നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ത്രൂ കപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുള്ള റീസൺ പോലും ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് തന്നെ ഒരു എനർജി കാണുന്നുണ്ട്. മീൻസ് നിങ്ങളുടെയും അവരുടെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫ്രണ്ടോ മറ്റോ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മേ ബി നിങ്ങളെ സെപ്പറേറ്റ് ആക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായിരിക്കാം. മേ ബി ആ ഒരു പേഴ്സണെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് പോലും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അനുവദിക്കാത്തൊരു എനർജിയാണ് കാണുന്നത്. അതിപ്പോൾ ഒരു ഫിസിക്കലായിട്ട് വന്നിട്ട് ഇങ്ങനെ തടയിട്ടിട്ട് പോകണ്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭയങ്കരമായിട്ട് ക്രൂക്കഡ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി. ഭയങ്കരമായിട്ട് അവർ ഒരു ബുദ്ധിജീവി ആയിരിക്കാം. ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കരമായിട്ട് കഴിവുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ രീതിയിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ അത് പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് സ്റ്റക്കാനുള്ള റീസൺ പോലും ഈ ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു പിണക്കമൊക്കെ വന്നു ഭയങ്കര സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം, അതായത് ഇങ്ങനെ ഒരു സെപ്പറേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നതൊക്കെ തന്നെ. മേ ബി ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും, അതായത് ഈ തേർഡ് പാർട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങളോട് ആ ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഈ പറയുന്നതെന്ന് പോലും മനസ്സിലാവാത്തതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനൊന്നും തന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തത തരാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും അറിയില്ല എന്തിനാണ് ക്ലാരിറ്റി കൊടുക്കേണ്ടത്, എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മേ ബി അറിയാം. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടും കാണുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഏസ് ഓഫ് സ്വാർഡ്സ് എന്നൊരു കാർഡ്. ഈ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അമിതമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് വന്നിട്ടുള്ളൊരു ഒരു സെപ്പറേഷൻ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു റീസൺ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പിണക്കം വന്നു, അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമെന്നോണം ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതും കളിക്കുന്നതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാണ്ടിരിക്കാനായിട്ടൊരു ഇങ്ങനെ ഇങ്ങനെ നിന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും ഇപ്പോഴും സ്റ്റിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ഇവരുടെ മനസ്സിലിങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ വരികയാണ്. അപ്പോൾ അവിടെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പോലും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു റിയൂണിയൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ മനസ്സിലൊരു കരട് പോലെ ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെയോ പറഞ്ഞാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തത കിട്ടാത്തിടത്തോളം എങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് വരും എന്ന് പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടൊരു ഒരു തടസ്സം പോലെ അവരുടെ വരണം എന്ന് അതിയായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. നിങ്ങൾ അവരുടെ എല്ലാം ആയിരുന്നവർക്കൊരു അങ്ങനത്തെ ധാരണയൊക്കെ അവർക്കുണ്ട്. നൈറ്റ് ഓഫ് വൺസ് ആയിക്കോട്ടെ, ടു ഓഫ് കപ്സ് ഒക്കെ ആയിക്കോട്ടെ, ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ എന്തോ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് എന്തോ ഒരു ക്ലാരിറ്റി തരാനോ മറ്റോ ആയിരിക്കണം. പക്ഷെ അതിനൊരു വ്യക്തത കിട്ടാത്തിടത്തോളം എങ്ങനെ വരണം എന്നുള്ളൊരു ധാരണ അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫൈവ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. വരണം എന്നുണ്ട്, പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തതയില്ലാതെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് അവർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടായിട്ട് കിടക്കുന്നത്. അത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സണായിട്ട് വന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരൂ ഇന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വാക്ക് വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, നിങ്ങളുടെ അരികിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് എന്താണ് നിങ്ങളെ മിസ് ചെയ്യുന്നൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, ഭയങ്കര ഹാപ്പി ലൈഫാണ് അവരുടേത്, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നേ ഇല്ലായിരിക്കും, നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ അവരെക്കുറിച്ച് ഓർത്തിരിക്കുന്നതെന്നൊക്കെ. പക്ഷെ അല്ല, ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ ഭയങ്കര വിഷമത്തിലാണ്. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോയതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട്.
കാരണം ഭയങ്കര സ്ട്രെങ്തോട് കൂടി തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ഒന്നും അല്ല. ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ വളരെ കുറവായിരുന്നിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. പിണക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുതലൊന്നും നിങ്ങൾ പിണങ്ങി കൂടിയിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര വിഷമമാണ്. എസ്പെഷ്യലി ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നൊരു എനർജിയാണ് ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ അവരുടെ ലൈഫിലേക്ക് കുറേയധികം ഓഫേഴ്സ് വരുന്നുണ്ടായിരിക്കാം. മറ്റു പല രീതിയിലും അവരെ ഹാപ്പി ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പലരും ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റു പ്രപ്പോസൽസ് പോലും വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലൊന്നും തന്നെ അവർ ശ്രദ്ധ കൊടുക്കുന്നത് കൂടിയില്ല. അതൊന്നും അവരിങ്ങനെ അവർക്ക് നോക്കാൻ പോലും ഒരു തോന്നുന്നില്ല. അവർ ഒരു കാര്യത്തിലും അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ കൂടിയും അതിലൊന്നും അവർക്ക് ഹാപ്പിനെസ്സ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയാണ്. എന്തിന് നിങ്ങൾ അവരുടെ മനസ്സിലെപ്പോഴും എന്തിന് നിങ്ങളങ്ങനെ ചെയ്തു എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ നിങ്ങളവിടെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്തോ കാര്യം വെച്ചിട്ട് എന്തിന് അവരോടിങ്ങനെ ചെയ്തു എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതാവട്ടെ ഇത്രയും പരസ്പരം മനസ്സിലാക്കിയിട്ടും ഒരു തേർഡ് പാർട്ടി വന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്തിന് ബിലീവ് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് മറ്റൊരാൾ പറയുന്ന വാക്ക് കേട്ടിട്ട് നിങ്ങളെ അവിശ്വസിച്ചു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനാവാത്ത രീതിയിൽ അവരൊരു സ്നേഹം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അത് സാധിക്കാതെ വരുന്നുണ്ട്. അത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് മീൻസ് അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവരുടെ മനസ്സ് നിറയെ സ്നേഹമാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാർഡ്സിൽ റീഡിങ്ങിൽ കിട്ടുന്നൊരു എനർജി. ഓക്കെ, ഇനി ഞാൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് കുറയാനായിട്ടുള്ളൊരു ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. മിക്കപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു റീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ കാണാറുള്ളതാണ്, മാം എങ്ങനെയാണ് തേർഡ് പാർട്ടി ഒഴിവാക്കുന്നതെന്ന് കൂടിയുള്ള അങ്ങനത്തെ കമൻറ്റ്സൊക്കെ കാണാറുണ്ട്. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അതായത് നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ കൂടുതലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വിഷമിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് റീഡിങ്ങിൽ ഇപ്പോൾ ലാസ്റ്റ് ആയിക്കോട്ടെ ഇടയ്ക്കായിക്കോട്ടെ എപ്പോഴും ഞാനിങ്ങനെ കഴിവതും ഒരു റീഡിങ്ങിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അറിയാം വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുകയെന്ന് നിങ്ങൾ ചോദിക്കും, ശരിയാ. എന്നാലും നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു വിഷമത്തിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് ഹാപ്പി ആക്കി ഇരുത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളിരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജി സ്പ്രെഡ് ആവുകയും അങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു സൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക എന്നുള്ളത്. ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്ടിരിക്കുക. നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക. അവർ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചേസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കമൻസിലൂടെയൊക്കെ എഴുതാം, റൈറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയും പറയാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിലുള്ള ഒരു ടെക്നിക്കാണ്. സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വിച്ച് വേർഡ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ചേഞ്ചസ് ലൈഫിൽ വരുത്താൻ അഫർമേഷനും പോസിബിൾ ആണെന്നാലും അഫർമേഷൻ പോലെ തന്നെ ഭയങ്കര ലെങ്തി ആയിരിക്കില്ല സ്വിച്ച് വേർഡ്സ്. ചെറിയ ചെറിയ വാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു തേർഡ് പാർട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതെന്നുള്ളൊരു ധാരണ ഉണ്ടായാലും മതി. അതല്ല ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ, അതായത് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ, അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കില്ലേ, നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം ആ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്, അങ്ങനെ ഓർമ്മ വരുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുക. ക്ലിയർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓർമ്മ നിങ്ങൾ വിഷമിക്കുന്ന ഏതൊരു മൊമെൻ്റ് ആണോ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്, അപ്പോഴൊക്കെ തന്നെ ക്ലിയർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്, ഒരു വേർഡാണ്, ഒരു സ്വിച്ച് വേർഡാണിത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയറായി പോകുമെന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ ഒരു പേഴ്സൻ്റെ പേരറിയില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആരാണെന്നറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും
ഇൻ കേസ് നിങ്ങൾ ആലോചിക്കുമല്ലോ നിങ്ങളുടെ ലൈഫ് നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് എനിക്കറിയാം നിങ്ങൾ കുറേ പേര് ഓവർ തിങ്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആരാണെന്ന് അറിയില്ലെങ്കിലും മറ്റേതോ ഒരു വ്യക്തി കാരണമായിരിക്കും നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ആയതെന്ന് നിങ്ങൾ ഓർക്കില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ഏതൊരു സമയമാണോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, അതിപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്.